കോഴിക്കോട് നാദാപുരം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടുപേരെ പരിഗണിച്ചു സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസ്, മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തം എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത്. നിലവിലെ എം എൽ എ ഇ കെ വിജയൻ 3 ടേം പൂർത്തിയാക്കിയതോടെയാണ് പുതുമുഖത്തെ പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു പുതുമുഖം വേണം എന്നുള്ള ആലോചനയിലേക്ക് കടന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ നമുക്കറിയാം 3 ടേം പൂർത്തിയാക്കിയ എല്ലാ MLA-മാരെയും മാറ്റി നിർത്താൻ CPI തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണോ? മാത്രമല്ല, ഈ പരിഗണനയിൽ വന്നവർ അവരെ പരിഗണിക്കാനുള്ള കാരണമായി എന്തെല്ലാമാണ് CPI പറയുന്നത്? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ CPI അവരുടെ ടേം വ്യവസ്ഥയിൽ 3 തവണ MLA ആയ ആളുകളെ മാറ്റാനുള്ള തീരുമാനം എടുത്തു. അതോടുകൂടിയാണ് പുതിയ ആൾ. നേരത്തെ തന്നെ ഇവർ പരിഗണനയിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഇ കെ വിജയനാണ് അവിടെ നിലവിലുള്ള MLA. അദ്ദേഹം 3 തവണ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ CPIയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഗവാസിനെയും അതോടൊപ്പം തന്നെ CPIയുടെ വനിതാ സംഘടനയായിട്ടുള്ള കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തത്തിനെയും രണ്ടുപേരെയുമാണ് പരിഗണിക്കുന്നത്. അഡ്വക്കേറ്റ് പി വസന്തം മുൻ MLA സത്യൻ മൊഗേരിയുടെ ജീവിത പങ്കാളി കൂടിയാണ്. ഇതിൽ ഗവാസിനെ പരിഗണിക്കാനുള്ള ഒരു കാരണം, ഗവാസ് ആ പ്രദേശത്തുകാരനാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. മേഖലയിൽ ജനകീയമായി തന്നെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ പരിഗണനയിലേക്ക് വരുന്നത്. വസന്തവും അതേപോലെ തന്നെയാണ്. അവരും ആ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 2 പേരിൽ ആരെ വേണം? ഇനിയിപ്പോൾ CPI ഒരു വനിതാ സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നാദാപുരത്ത് വസന്തത്തെ ആയിരിക്കും പരിഗണിക്കുക. അതല്ല എങ്കിൽ ഗവാസിന് തന്നെയാണ് സാധ്യത കാണുന്നത്. നാദാപുരം CPIയെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സുരക്ഷിത മണ്ഡലമാണ്. 67 മുതൽ തുടർച്ചയായി CPI വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ബിനോയ് വിശ്വം, സത്യൻ മൊഗേരി ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മുമ്പ് ഇവിടെ നിന്നുമാണ് MLA ആയിട്ടുള്ളത്. ഇത്തവണ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാദാപുരം മേഖലയിൽ UDF-ന് അല്പം മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 5000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്ന 2 പേരെ കൂടി പരിഗണിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 പേരെയും ഇപ്പോൾ CPI പരിഗണിക്കുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.